ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ അമ്മയും അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച മകനും വഴിയരികിൽ മോരും വെള്ളം വിൽക്കുന്നു. ചൂട്ടുപൊള്ളുന്ന വെയിലിനേക്കാൾ തീയാണ് ഇവരുടെ നെഞ്ചിലുള്ളത്. മാസത്തിൽ 2 തവണ രക്തം മാറ്റുന്നതിന് പണം കണ്ടെത്തണമെന്ന പ്രാർത്ഥനയോടെയാണ് ഈ അമ്മയും മകനും വഴിയരികിൽ മോരും വെള്ളം വിൽക്കുവാൻ എത്തുന്നത്. മാവേലിക്കര പൈനുമൂട് ചാക്കോപ്പാടം റോഡിലൂടെ സഞ്ചരിച്ചാൽ കുന്നം ഓക്സിജൻ ഫാക്ടറിക്ക് സമീപത്തായി വഴിയരികത്ത് മോരും വെള്ളം എന്ന ബോർഡ് കണ്ടാൽ ഒന്ന് നിർത്തണം. അമ്മയും മകനും ചേർന്ന് മൺകുടങ്ങളിൽ നൽകുന്ന മോര് കുടിച്ച് ദാഹം ശമിപ്പിക്കണം. ഒരു കുടം മോരിന് 30 രൂപ നൽകുമ്പോൾ നമ്മളറിയാതെ കൈമാറുന്നത് ചെറിയ സഹായവുമാണ്. മുണ്ടക്കയം പുഞ്ചവയൽ പീടിയേക്കൽ പങ്കജം രവിയും മകൻ PR രാജീവും ചേർന്നാണ് വഴിയരികത്ത് മോരും വെള്ളം വിൽക്കുന്നത്. മാസത്തിൽ 2 തവണ രക്തം മാറ്റുന്നതിനുള്ള പണം ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെയാണ് അമ്മയും അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച മകനും വഴിയരികിൽ മോരും വെള്ളം വിൽപ്പന നടത്തുന്നത്. കാലഘട്ടത്തിലാണ് കണ്ടുപിടിച്ചത്. അമൃത ഹോസ്പിറ്റലിലായിരുന്നു കണ്ടുപിടിച്ചത്. അതിനുശേഷം അമൃതയിൽ പോയി മാസത്തിൽ 2 പ്രാവശ്യം ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും 4 യൂണിറ്റ് ബ്ലഡെങ്കിലും കയറ്റേണ്ടി വരും. പിന്നെ പ്ലേറ്ററ്റും കയറ്റണം. ഇരുവരും കഴിഞ്ഞ ഏതാനും നാളുകളായി ചെങ്ങന്നൂർ, ആല, നെടുംവരങ്കോട് വാടകയ്ക്കാണ് താമസം. അസ്ഥിമജ്ജയിൽ ആവശ്യത്തിന് രക്തകോശം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്ത രോഗത്തിന് വർഷങ്ങളായി രാജീവ് ചികിത്സയിലാണ്. +2 പഠനം കഴിഞ്ഞ് ITIയിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി രോഗലക്ഷണം കാണപ്പെട്ടത്. തലകറക്കം, ക്ഷീണം, കൂടുതൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പരിശോധന നടത്തിയപ്പോഴാണ് അപ്ലാസ്റ്റിക് അനീമിയ രോഗമാണെന്ന് കണ്ടെത്തിയത്. അന്നു മുതൽ ചികിത്സയിലാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സകൾക്ക് പോകാനുള്ള സൗകര്യം പരിഗണിച്ചാണ് ചെങ്ങന്നൂരിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത്. സമീപത്തെ സൊസൈറ്റിയിൽ നിന്ന് പാൽ വാങ്ങിയാണ് മോര് ക്രമീകരിക്കുന്നത്. രാജീവിന് ആശുപത്രിയിൽ പോകുന്നതിനും മറ്റും സുഹൃത്ത് നൽകിയ പഴയ മാരുതി 800 കാറിൽ മോരും മറ്റും ഒരുക്കിയാണ് വിവിധ സ്ഥലങ്ങളിൽ കച്ചവടത്തിനെത്തുന്നത്. 2 ആഴ്ചയായി ചാക്കോ റോഡിലാണ് കച്ചവടം. ദിവസവും 1000 രൂപയോളം കച്ചവടം നടക്കുന്നുണ്ട്. ഓർമ്മക്കുറവിന്റെ പ്രശ്നം മൂലം മുണ്ടക്കയത്തെ വീട്ടിൽ തന്നെ കഴിയുന്ന അച്ഛൻ്റെ ഉൾപ്പെടെ ചെലവ് കഴിയുന്നത് അതിൽ നിന്ന് മിച്ചം പിടിച്ചാണ്. വിദഗ്ധ ചികിത്സ ലഭിച്ചാൽ ജീവിതത്തിലേക്ക് തിരികെ വരാമെന്നാണ് രാജീവിന്റെ വിശ്വാസം. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.